ചരിത്രവും ഐതിഹ്യവും കൂടിച്ചേർന്നതാണ് സ്വാമി അയ്യപ്പൻ്റെ കഥ. ചരിത്രത്തിൽ പറയുന്നു, പന്തളം രാജാക്കന്മാർ ഇവിടെ വാണിരുന്നു എന്നും പന്തളം കൊട്ടാരത്തിലാണ് മണികണ്ഠൻ എന്ന സ്വാമി അയ്യപ്പൻ വളർന്നതെന്നും മഹിഷിയെ വധിക്കാൻ വേണ്ടി എരുമേലിയിൽ വന്നപ്പോൾ അയ്യപ്പസ്വാമി താമസിച്ച വീട്, ഒരു മുത്തശ്ശി ഇവിടെയുണ്ട്, ഇപ്പോഴില്ല, മുത്തശ്ശി ഉണ്ടായിരുന്നു എന്നും ആ മുത്തശ്ശിയുടെ വീട്ടിൽ അയ്യപ്പസ്വാമി ഒരു ദിവസം താമസിച്ചു എന്നതിനും തെളിവുണ്ട്. ആ തെളിവുകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണേ. അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട്. പുത്തൻ വീട് എന്ന് ഈ വീടിന് പേര് നൽകിയത് അയ്യപ്പസ്വാമിയാണ് എന്ന് പറയപ്പെടുന്നു. എരുമേലിയിൽ മഹിഷിയെ നിഗ്രഹിക്കാൻ വേണ്ടി വന്നപ്പോൾ ഏറെ വൈകിയത് കാരണം ഈ കൊച്ചു വീട്ടിൽ, ഈ പുത്തൻ വീട് എന്ന് അയ്യപ്പസ്വാമി പേരിട്ട ആ വീട്ടിലെ മുത്തശ്ശി സ്വാമി അയ്യപ്പനോട് ഇന്നിവിടെ തങ്ങിയിട്ട് പോകാം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അയ്യപ്പൻ ഒരു ദിവസം ഒരു രാത്രി അവിടെ തങ്ങുകയും അടുത്ത ദിവസം മഹിഷിയെ നിഗ്രഹിച്ച ശേഷം തൻ്റെ ഓർമ്മക്കായിട്ട് മഹിഷിയെ നിഗ്രഹിച്ച വാള് മുത്തശ്ശിക്ക് നൽകിയിട്ട് പോവുകയാണ് അയ്യപ്പൻ ചെയ്യുന്നത്. 800-900 വർഷം പഴക്കമുള്ള വീടാണിത്. ആ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഇങ്ങനെ ഒരു വീട് ഇവിടെ എരുമേലിയിൽ ഉണ്ട് എന്നുള്ളത് അധികമാർക്കും അറിയുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇത്രയും തിരക്കുള്ള ആ മെയിൻ റോഡിൽ ഇത്രയധികം തിരക്കും പേട്ടതുള്ളലും നടക്കുമ്പോൾ, അത്രയും അയ്യപ്പന്മാർ തിങ്ങി നിറഞ്ഞ റോഡിൽ നിൽക്കുമ്പോൾ ആ റോഡിനോട് ചേർന്നുള്ള ഈ വീട്ടിലേക്ക് അധികം ആരെയും അയ്യപ്പന്മാരെ ഞാൻ കണ്ടില്ല. ഞാൻ മാത്രമായിരുന്നു ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. അപ്പോൾ ഈ വീടിനോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ വാളിവിടെ ഉള്ളതോ അധികമാരും അറിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. നടന്ന് ഒരു ഇടവഴിയിലൂടെ നടന്ന് കയറുന്നത് ഒരു വീട്ടിലേക്കാണ്. ആ വീടിൻ്റെ മുറ്റത്തൂടെ കടന്ന് അടുത്ത ഭൂമി ഞാൻ കണ്ടത് അയ്യപ്പസ്വാമി താമസിച്ച ആ മുത്തശ്ശിയുടെ വീടാണ്. കണ്ടപ്പോൾ തന്നെ ഏറെ ഗൃഹാതുരത്വം തോന്നുന്ന അതിപുരാതനമായ ഒരു വീട്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മേൽക്കൂരയായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നേരത്തെ ഇത് പുല്ല് മേഞ്ഞ വീടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓടിൻ്റെ സ്ഥാനത്ത് പുല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ വീടിൻ്റെ ചുമരുകളെല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മരത്തിൻ്റെ ചുമരുകളായിരുന്നു. അപ്പോൾ 900 വർഷം പഴക്കമുള്ള ഈ വീട് അന്നത്തെ കാലത്ത് മരത്തിൻ്റെ ചുമരുകളാണെങ്കിൽ അത്ര മോശമുള്ള വീടായിരിക്കില്ല. നല്ലൊരു തറവാട് തന്നെ ആകാനാണ് സാധ്യത. ഭൂമിയിൽ നിന്ന് ഏറെ ഉയരത്തിലായിരുന്നു തറ. ഇനി മണ്ണൊലിച്ച് പോയതാണോ കാലങ്ങൾക്ക് ശേഷം, കാലം കഴിഞ്ഞു പോകുന്നതിന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തറ ഇത്തിരി ഉയരത്തിലായിരുന്നു. പക്ഷെ ഇത്രയും ഉയരമുള്ള തറയും ഇത്തരം വീടുകളും ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എൻ്റെ മുത്തശ്ശിയെയും മുത്തശ്ശിയുടെ വീടിനെയും ചാണമെഴുകിയ നിലവും ഒക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. അതേപോലെ ഒരു മുത്തശ്ശി ഈ വീട്ടിലും ഉണ്ടായിരുന്നു. ആ വീടിൻ്റെ പരിസരമാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരിക്കൽ തീപിടുത്തത്തിൽ ഇതിൻ്റെ മേൽക്കൂരയൊക്കെ കത്തിപ്പോയതാണെന്നും അയ്യപ്പസ്വാമിയുടെ ആ വാള് സൂക്ഷിച്ച അവിടം വരെ കത്തിയെന്നും പിന്നെ അവിടെ തീ നിന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷമാണ് ആ മേൽക്കൂര ഷീറ്റായി മാറിയത്. വളരെ ഉയരത്തിലുള്ള ഈ പടിക്കെട്ടും വാതിലുകളും നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ട് കാണുമല്ലോ. ഇതിൻ്റെ ചുമരുകൾ കണ്ടോ? മരത്തിൻ്റെ ചുമരുകളാണ് ഞാനിവിടെ കണ്ടത്. ഇതിൻ്റെ അകത്തേക്ക് മെയിൻ മുറികളിലേക്കൊന്നും വാതിൽ തുറന്നു വെച്ചിട്ടില്ലായിരുന്നു. ഇതിൻ്റെ സൈഡിലുള്ള വരാന്തയിലൂടെ നടന്നപ്പോൾ വളരെ ഉയരത്തിലുള്ളൊരു പടിക്കെട്ടും ഒരു വാതിൽ പടിയും കണ്ടു. തല മുട്ടാതെ പതുക്കെ കുനിഞ്ഞ് ഇതിനകത്തേക്ക് ഞാൻ കയറി. ഇത്തിരി ഇരുട്ട് നിറഞ്ഞ മുറിയായിരുന്നു. അവിടെ ഒരു കാണിക്ക വഞ്ചി ഞാൻ കണ്ടു. വലിയൊരു മരത്തിൻ്റെ പെട്ടിയും അവിടെ ഞാൻ കണ്ടു. അതിൻ്റെ സൈഡിലായിട്ട് ഗ്രിൽസ് ഇട്ട, ഈ കാണുന്ന ഗ്രിൽസ് ഇട്ട ഒരു കുഞ്ഞ് മുറിയും
അതിനകത്ത് നിലവിളക്ക് കത്തിച്ച് വെച്ചതായിട്ട് കണ്ടു. ആ നിലവിളക്കിൻ്റെ സൈഡിൽ അയ്യപ്പസ്വാമി മഹിഷിയെ മർദ്ദിച്ച വാള് അമ്മൂമ്മയ്ക്കായിട്ട് നൽകിയിട്ട് പോയ ആ വാളാണ് ആ ചാരി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും അല്ലേ. അതിനെ ഗ്രിൽസ് ഇട്ട് വളരെ ഭദ്രമായി സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. വിളക്ക് കെടാവിളക്ക് പോലെ അവിടെ കത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉച്ച നേരത്താണ് ഞാനവിടെ എത്തിയത്. അപ്പോഴും അവിടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് ഏറെ അത്ഭുതവും ഏറെ ഭക്തിയും തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ. അയ്യപ്പസ്വാമി എന്ന് പറയുന്ന മണികണ്ഠൻ, പുലിപ്പാലുമായിട്ട് വന്ന ഈ മണികണ്ഠൻ ഈ വാള് ഉപയോഗിച്ചിരുന്നു എന്നും മഹിഷിയെ ഇതിനുകൊണ്ടാണ് നിഗ്രഹിച്ചത് എന്നും അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഭക്തിയും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. ഈ മുറിക്കകത്ത് ചുറ്റും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. ഒരിത്തിരി ഇരുട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തല തട്ടാതെ ബെൻഡ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഇത് വളരെ ഗൃഹാതുരത്വം തോന്നുന്ന ഒരു കാഴ്ചയാണ്. അയ്യപ്പസ്വാമി അല്ലെങ്കിൽ മണികണ്ഠൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ അല്ലെങ്കിൽ ഒരു രാത്രി അന്തിയുറങ്ങിയ ഈ മുത്തശ്ശിയുടെ വീട്, ആ മുത്തശ്ശിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു. നമുക്കും മണികണ്ഠൻ്റെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ ഭൂമിയിൽ ഒന്ന് ചവിട്ടാനും ഈ വീട്ടിലേക്ക് ഒന്ന് കയറാനും ഒന്ന് അയ്യപ്പസ്വാമിയെ മനസ്സറിഞ്ഞ് കണ്ണടച്ച് ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനും ഉള്ള ഭാഗ്യം ലഭിച്ചു. ഇങ്ങനെയൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്രതീക്ഷിതമായിട്ടാണ് ഈ വീട് എനിക്ക് കാണാൻ സാധിച്ചത്. കാഴ്ചകളൊക്കെ കണ്ട് ഞാനിവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. എൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റുള്ള സ്ഥലങ്ങൾ തേടി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ യാത്ര തുടരുന്നു. എൻ്റെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചകളുമായി ഞാൻ തുടർന്നും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.